ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേരള സ്റ്റൈൽ ബോട്ടി വരട്ടിയതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. ഇതവിടെ 1/2 കിലോന് ബോട്ടി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കൂല കേട്ടോ. നമ്മളിത് വെള്ളം ഒഴിച്ച് കൊടുക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. കാരണം ഈ ബോട്ടിൽ തന്നെ വെള്ളം ഉണ്ടാവും. ആ ഒരു വെള്ളത്തിലാണ് കേട്ടോ നമ്മളിത് വേവിച്ചിട്ട് എടുക്കുന്നത്. ഇനി ഞാനിത് കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബോട്ടിക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 10 വിസിലെങ്കിലും നമ്മളിത് അടുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഗ്യാസ് ഓഫാക്കിയിട്ടൊന്ന് തുറന്ന് നോക്കാൻ കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ 10 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാനിതിവിടെ അവിടെ പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മളിത് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ അതങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 15ഓളം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു വലിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വലിയ ഉള്ളിൻ്റെ പകരം നിങ്ങൾക്ക് കുറച്ചധികം ചെറിയുള്ളി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്കൊരു 1/2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്കൊരു കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളിയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു 3/4 സ്പൂണോളം ഞാൻ ഗരം മസാല പൊടിയും കൂടെ ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബോട്ടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് വിറകടുപ്പിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും മുരിഞ്ഞ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഗ്യാസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കഴിയുന്നത് നമ്മളിത് വിറകടുപ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കട്ടോ. അപ്പോൾ ശരിക്കും ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നോക്കിയ സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ കുറവുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിന് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതും കൂടെ പിഴിഞ്ഞെടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി നമ്മളിത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. വെച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി നോക്കട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഇത്രയും മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കേരള സ്റ്റൈൽ ബോട്ടി വരട്ടിയത് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.